അങ്ങനെ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ നാറി നാണം കെട്ടു. ഒരു പച്ചക്കള്ളം കൂടി പൊളിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ ഞങ്ങൾ അടിച്ചിട്ടു എന്നായിരുന്നല്ലോ പാകിസ്ഥാൻ്റെ അവകാശവാദം. ആദ്യം 3 വിമാനങ്ങൾ, പിന്നീട് അത് 5ആയി, അവസാനം 6ആയി. ആകെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ 3 റഫേൽ വിമാനങ്ങളാണ് പങ്കെടുത്തത്. എന്നാലും പാകിസ്ഥാൻ്റെ ഈ വീരവാദത്തിന് അതിരുകളില്ല. ഇന്ത്യയുടെ 6 വിമാനങ്ങൾ വരെ അടിച്ചിട്ടു, പൈലറ്റുമാരെ ഞങ്ങൾ തടവിലാക്കി എന്നൊക്കെയാണ് അന്ന് വീരവാദം മുഴക്കിയത്. പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ ഈ അവകാശവാദങ്ങളെല്ലാം വെറും പൊളിയാണെന്ന് തെളിയിച്ചുകൊണ്ട് സ്വയം നാണം കെട്ടു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഫ്രഞ്ച് നാവിക സൈനികനെ ഉദ്ധരിച്ചുകൊണ്ട് പാക് മാധ്യമം പുറത്തുവിട്ട വാർത്ത കല്ലുവച്ച നുണയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. പച്ചക്കള്ളം ഒരിക്കൽ കൂടി പൊളിഞ്ഞു. പാകിസ്ഥാൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ജിയോ TV ആണ് വാർത്ത പുറത്തുവിട്ടത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ ആക്രമണ പദ്ധതി നടക്കുന്ന കാലത്ത് മേധാവിത്വം പാകിസ്ഥാനായിരുന്നു, ഇന്ത്യക്കായിരുന്നില്ല എന്ന് ഫ്രഞ്ച് സൈനികനായ ജാക്വസ് ലോണോസ് എന്ന ഒരു മുതിർന്ന ഫ്രഞ്ച് നാവികസേനാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്ത പുറത്തു വന്നത്. ജിയോ TV വാർത്ത പുറത്തുവിട്ടത്. ഇൻഡോ പസഫിക് സമ്മേളനത്തിലാണ് ഈ ഫ്രഞ്ച് ക്യാപ്റ്റൻ ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും വാർത്തയിൽ പറയുന്നു. എന്നാൽ ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇങ്ങനൊരു ഉദ്യോഗസ്ഥൻ, ജാക്വസ് ലോണസ് എന്ന പേരിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഫ്രഞ്ച് നാവികസേനയിൽ ഇല്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഫ്രഞ്ച് ഗവൺമെൻറ്റും ഫ്രാൻസിൻ്റെ പ്രതിരോധ വകുപ്പും രംഗത്തു വന്നു. ഇതാണ് പാകിസ്ഥാന് മുഖമടച്ച് കിട്ടിയ അടി. എന്തായാലും അവർ പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ജിയോ TVയിൽ വന്ന വാർത്ത 100% വ്യാജമാണ് എന്ന് ഫ്രാൻസ് സ്ഥിരീകരിച്ചു. ഔദ്യോഗികമായ പത്രക്കുറിപ്പ് പുറത്തിറക്കി. അതായത് ഇത്തരത്തിലൊരു ലേഖനം, ഈ ജാക്വസ് എന്ന പേരുള്ള ഒരു സൈനികൻ ഞങ്ങളുടെ സേനയിലില്ല എന്നും ഈ ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉള്ളത് യുവാൻ ആണെന്നും ആ കുറിപ്പിൽ പറയുന്നു. അപ്പോൾ പാകിസ്ഥാൻ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള നുണകൾ പറഞ്ഞു നടക്കുന്നത് എന്ന് വ്യക്തമാണ്. ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് അമേരിക്ക സ്ഥിരീകരിച്ചത് ഇന്ത്യയുടെ ഒരു റഫാലിനെയും അടിച്ചിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്ന്. മാത്രമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാരകമായ പ്രഹരമേറ്റത് പാകിസ്ഥാനാണെന്നും ഇന്ത്യയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ പാകിസ്ഥാന് സാധിച്ചില്ല എന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി തന്നെ വ്യക്തമാക്കി. എന്നാലും ഫീൽഡ് മാർഷൽ അസീം മുനീറും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും വീരവാദം പറയുന്നതിന്, തള്ളുന്നതിന് ഒരു കുറവുമില്ല. ഇങ്ങനെ തള്ളി അങ്ങ് കയറുകയാണ്. അവരുടെ തള്ളു കേട്ടാൽ തോന്നും ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് പാകിസ്ഥാനാണ്, യുദ്ധത്തിൽ തോറ്റ് ഇന്ത്യ പാകിസ്ഥാന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി എന്നുപോലും കേൾവിക്കാർക്ക് തോന്നും. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതിനു മുമ്പ് നമ്മുടെ സംയുക്ത സേനാ മേധാവിയും അതുപോലെ നമ്മുടെ 3 സേനകളുടെ മേധാവിമാരും ഒക്കെ പറഞ്ഞത് പാകിസ്ഥാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അവർ തോൽവി സമ്മതിക്കണമെങ്കിൽ പാകിസ്ഥാന്റെ ഭൂപ്രദേശം, പാകിസ്ഥാന്റെ അധീനതയിലുള്ള ഭൂപ്രദേശം ഇന്ത്യ പിടിച്ചെടുക്കണം, പിടിച്ചെടുത്തത് ഇന്ത്യയുടെ ഭാഗമാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പാകിസ്ഥാൻ സ്വയം തോറ്റു എന്ന് സമ്മതിക്കുകയുള്ളൂ. അത് നമ്മളൊന്ന് ആലോചിക്കണം. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ പോലും പാകിസ്ഥാൻ തോറ്റു എന്ന് സമ്മതിക്കില്ല. 93,000 പാക് പട്ടാളക്കാരാണ് ഇന്ത്യയുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. ആയുധം വെച്ച് കീഴടങ്ങി യുദ്ധം നിർത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇന്ത്യക്ക് മുന്നിൽ ശിരസ് കുനിച്ച് കീഴടങ്ങിയ പാക് പട്ടാളക്കാരുടെ എണ്ണം 93,000 ആണ്. എന്നിട്ട് പോലും ഇന്നും അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത് 71 നമ്മൾ വിജയിച്ചു, ഇന്ത്യ തോറ്റു എന്നാണ്. ഇങ്ങനെ നിരന്തരം പച്ചക്കള്ളം പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു രാഷ്ട്രം ലോകത്തുണ്ടെങ്കിൽ, ഒരു ജനതതി ലോകത്തുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രവും അവിടുത്തെ ജനതയുമാണ്.
ഇപ്പോൾ ഇതാ ഫ്രാൻസിൻ്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വ്യാജ പ്രചാരണം നടത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത്. അതും പൊളിഞ്ഞുപോയി. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാൻ നാണം കെട്ടു. റഫേൽ എന്ന വിമാനത്തിന് ഒരു കേടും ഉണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല എന്ന് റഫേലിൻ്റെ നിർമ്മാതാക്കളായ ദസാൾട്ട് ഏവിയേഷൻ തന്നെ ഏതാണ്ട് ഒരു മാസം മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇന്ത്യക്ക് കൈമാറിയ വിമാനങ്ങളെല്ലാം വളരെ സുരക്ഷിതമായിട്ട് ഇന്ത്യയുടെ കൈവശം തന്നെയുണ്ട്, അതിനൊന്നും യാതൊരു അപകടങ്ങളും ഉണ്ടായിട്ടില്ല, യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്ന് ദസാൾട്ട് ഏവിയേഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുപോലെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറയാൻ കാര്യം, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വിമാനം വെടിവെച്ചിട്ടതായിട്ട് തകർത്തതായിട്ടുള്ള ഒരു ഉപഗ്രഹ ചിത്രം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യ നടത്തിയ, പാകിസ്ഥാനുമേൽ നടത്തിയ ഓരോ ആക്രമണങ്ങളെയും വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. അതുപോലെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് തകർത്ത പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ, അതിന് മുമ്പും പിമ്പുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പറയുന്നത് അമേരിക്കയാണ്, അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയാണ്. നമ്മളത് മനസ്സിലാക്കണം. എന്തായാലും ഇങ്ങനെ നിരന്തരം നുണകൾ മാത്രം പറയുന്ന ശീലം വെച്ചു പുലർത്തുന്ന പാകിസ്ഥാൻ ഇനിയെങ്കിലും ആലോചിക്കണം. ഈ ഇന്ത്യ വിരോധം, ഇന്ത്യ വെറുപ്പ് എത്ര കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങളിൽ കുത്തിവെക്കാൻ സാധിക്കും? ഈ വിഷം കുത്തിവെച്ച് നിങ്ങളുടെ ജനതയെ നിങ്ങൾ ഇന്ത്യക്കെതിരായി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ രാജ്യത്ത് വെള്ളമെത്തുന്നത് പോലും ഇന്ത്യയുടെ കാരുണ്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ലോകത്തിന് മുന്നിൽ നിരവധി തവണ നാണം കെട്ട ഒരു രാഷ്ട്രം ഇനിയും അടുത്തത് എന്ത് കള്ളം പറയും എന്നാണ് മാധ്യമ ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി പാകിസ്ഥാന്റെ കള്ളം പൊളിഞ്ഞത്, വീരവാദവും തള്ളും തകർന്നു പോയത് ഒരിക്കൽ കൂടി വാർത്തയായിരിക്കുകയാണ്. നമുക്ക് അത് കണ്ട് സന്തോഷിക്കാം. ലോകത്ത് ഇത്രയധികം നുണകൾ, കല്ലുവച്ച നുണകൾ മാത്രം പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്.